ഇന്ത്യയിൽ ഇസ്ലാമിക ഭീകരവാദികളുടെയും ഭീകരാക്രമണങ്ങളുടെയും സങ്കേതമായി മാറിയ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിലനിന്നിരുന്ന സമാധാനപൂരിതമായ അന്തരീക്ഷത്തെ അടിമുടി അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ഇസ്ലാമിക തീവ്രവാദികൾ വിലപ്പെട്ട ജീവനുകൾക്ക് വില പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളുടെ നേരെ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു നാവികസേനാ ഉദ്യോഗസ്ഥനടക്കം 28ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കാമെന്നും ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നുമാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രസ്താവിച്ചിരിക്കുന്നത്. പഹൽഗാമിലെ ബേസ്റൺ താഴ്വരയിൽ 4 പേരടങ്ങുന്ന തീവ്രവാദി സംഘമാണ് വെടിവെപ്പ് നടത്തിയതെന്നാണ് ജമ്മു കാശ്മീർ പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ ദുഷ്കരമായ ഈ പ്രദേശത്തേക്ക് കാൽനടയായോ കുതിരകളെ ഉപയോഗിച്ചോ എത്തിയ സഞ്ചാരികളെയാണ് ഇവർ ആക്രമണത്തിന് ഇരയാക്കിയത്. ഈ ആക്രമണങ്ങളെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് കൃത്യമായും അമുസ്ലിമുകളെ തിരഞ്ഞുപിടിച്ചുള്ള വംശഹത്യയായിരുന്നുവെന്നുള്ള അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒഴിവുകാലമായതിനാൽ ജമ്മു കാശ്മീരിലേക്ക് വന്നുകൊണ്ടിരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് വന്ന തോക്കുധാരികളായ തീവ്രവാദികൾ കാടടച്ച് വെടിവെക്കുന്നതിന് പകരം ഓരോരുത്തരുടെയും പേരുവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ മുസ്ലിമുകളല്ലെന്ന് ഉറപ്പായവരെയാണ് വെടിവെച്ച് കൊന്നതെന്ന വിവരമാണ് രാജ്യത്തെ ഞെട്ടിച്ചു കളഞ്ഞത്. ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബ ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നിട്ടും ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു യുവതി ഗുരുതരമായി പരിക്കേറ്റ് നിലത്ത് കിടക്കുന്ന ഒരു പുരുഷനെ പരിചരിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിന് വെടിയേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നിലവിളിയും വാക്കുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മനസ്സാക്ഷിയെ വല്ലാതെ മുറിപ്പെടുത്തിയിരിക്കുകയാണ്. ബേൽപൂരി കഴിക്കുന്നതിനിടെ ഒരു തീവ്രവാദി തോക്കുമേന്തി തൻ്റെ ഭർത്താവിനെ നോക്കി താനൊരു മുസ്ലിം അല്ലെന്ന് പറഞ്ഞുകൊണ്ട് വെടിവെക്കുകയായിരുന്നുവെന്നാണ് നിലവിളിയോടെ പറഞ്ഞ ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് ദീനമായി കേഴുന്ന ആർത്തനാദങ്ങളാണ് വീഡിയോയിൽ വ്യക്തമായി കാണുന്നത്. ജമ്മു കാശ്മീരിനെ വീണ്ടും ഇസ്ലാമിക ഭീകരതയുടെ താവളമാക്കി മാറ്റിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ തോക്കേന്തി പൊതുവിടങ്ങളിലേക്ക് ഇറങ്ങിയതോടെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി നിസ്സഹായതയോടെ അപേക്ഷിക്കുന്ന സ്ത്രീയുടെ വേദനാജനകമായ ദൃശ്യങ്ങളും വിവരണങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിനെ തുടർന്ന് വിദേശത്തായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടെലിഫോണിൽ സംസാരിക്കുകയും സംഭവത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെ മുഴുവൻ നടുക്കിയിരുന്ന ഈ കൂട്ടക്കുരുതയ്ക്ക് പിന്നിൽ മതപരമായ അജണ്ടകളുണ്ടെന്ന കാര്യം അരക്കെട്ടുറപ്പിക്കുന്നതാണ് തൻ്റെ ഭർത്താവ് മുസ്ലിം അല്ലാത്തതിനാൽ അവർ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ് സഹായം അപേക്ഷിച്ച് പൊട്ടിക്കരയുന്ന സ്ത്രീയുടെ വാക്കുകൾ. ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് സർക്കാർ കാശ്മീരിന് നൽകിയ പ്രത്യേക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ ജമ്മു കാശ്മീരിൽ തീവ്രവാദികൾ അഴിഞ്ഞാടുകയായിരുന്നു. മോദി സർക്കാർ ആ പദവികൾ എടുത്തുകളഞ്ഞ് കശ്മീരിലെ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടത്തിന് അറുതി വരുത്തിയെങ്കിലും ഒരവസരം കാത്തിരുന്ന തീവ്രവാദികൾ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും ബീഭത്സമായ ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മതമേതെന്ന് ചോദിച്ചറിഞ്ഞിട്ട് തങ്ങൾ ഹിന്ദുക്കളാണെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് തീവ്രവാദികൾ തൻ്റെ ഭർത്താവിനെ കൊന്നതെന്നും അടുത്തുനിന്ന താൻ നിലവിളിച്ചുകൊണ്ട് തന്നെയും കൊല്ലാൻ തീവ്രവാദികളോട് അപേക്ഷിച്ചുവെന്നും മരണത്തിൽ നിന്ന് തലനാഴിക്ക് രക്ഷപ്പെട്ട ആ സ്ത്രീ ഉത്തമ ബോധ്യത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടും ലജ്ജയില്ലാതെ അത് വിഴുങ്ങിയ കേരളത്തിലെ ചില മാധ്യമങ്ങൾ നീ കാശ്മീരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തീവ്രവാദികൾ വെടിയുതിർത്തതെന്ന് പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേരിൽ മാത്രം നടമാടുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് വേണ്ടി നടത്തിയത് മാസ്മരമായ വെളുപ്പിക്കൽ തന്നെയായിരുന്നു. മരണവ്യാപാരികളായ ഹമാസിന് വീരപരിവേഷം നൽകിക്കൊണ്ട് വാഴ്ത്തുപാട്ട് തുടരുന്ന ഇവിടുത്തെ വോക്കിസ്റ്റുകൾ ഈ തീവ്രവാദികളെയും ന്യായീകരിക്കുന്നത് തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 35ലധികം വർഷങ്ങളായി കശ്മീരി പണ്ഡിറ്റുകൾ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെപ്പോലെ കഴിയുമ്പോൾ അവർക്ക് ലഭിക്കാത്ത പിന്തുണ അതേ രാജ്യത്ത് നിരപരാധികളെ കൊല്ലുന്ന തീവ്രവാദികൾക്ക് ഇക്കൂട്ടരിൽ നിന്ന് ലഭിക്കുന്നു എന്നത് അവർ മതതീവ്ര അജണ്ടകൾക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നു. രാജ്യത്തിൻ്റെ ദിക്കുകളോ പണമോ നിറമോ കുലമോ രാഷ്ട്രീയമോ ഒന്നും മാനദണ്ഡമാക്കാതെ മതം കൊണ്ട് മാത്രം മനുഷ്യനെ അളന്ന് കൊന്നുതള്ളുന്ന മതമൗലികവാദത്തെയും തീവ്രവാദത്തെയും അതിന് പിന്തുണ നൽകുന്നവരെയും പൂർണ്ണമായും ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. ജമ്മു കാശ്മീരിൽ 2018 വലുതും ചെറുതുമായ 400-ന് മുകളിൽ ഭീകരാക്രമണങ്ങൾ നടന്നെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2019-ൽ 255-ഉം 2020-ൽ 244-ഉം 2021-ലാകട്ടെ ആകെ 229 ഭീകരാക്രമണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്.
ഈ ആക്രമണങ്ങളിലെല്ലാം 350-നടുത്ത് ഇന്ത്യൻ പൗരന്മാരുടെ വിലപ്പെട്ട ജീവനുകളാണ് തീവ്രവാദികൾ കൊത്തിപ്പറിച്ചെടുത്തത്. എന്നാൽ ക്രമേണ ഭീകരാക്രമണങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതിനിടയിലാണ് ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൽ 30ഓളം പേർ കൊല്ലപ്പെട്ടത്. എന്തായാലും ആക്രമണം നടത്തിയ ഭീകരരിൽ 2 പേരെ ഇന്ത്യൻ സൈന്യം വധിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരം. പഹൽഗാമിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിരപരാധികളായ ടൂറിസ്റ്റുകൾക്ക് ഷെക്കേന ന്യൂസിന്റെ ആദരാഞ്ജലികൾ.